ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പം ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പ് എടുക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയുടെ ടൈമിൽ കുറച്ച് ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ അറ്റ്മോസ്ഫിയറും ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോഴത്തേക്കിന് അപ്പോൾ പലരും കമൻറ്റിലും DM-ലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എനിക്ക് ചെറിയൊരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് അതിൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം ബെറ്ററായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കണ്ടന്റുകൾ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടൈമിൽ മൊത്തം ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കൂടുതലും ഫോണിൽ വന്നുകൊണ്ടിരുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരൊറ്റ ആപ്പിൻ്റെയാണ്, മറ്റൊന്നുമല്ല, അത് ആസ്ട്രോടോക്ക് ആപ്പിൻ്റെയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഇത്തരത്തിൽ ആസ്ട്രോടോക്ക് ആപ്പിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇവരുടെ അടുത്ത് മറ്റേ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രീ ചാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആദ്യത്തെ ഒരു ഫ്രീ ചാറ്റ്, അത് കഴിഞ്ഞിട്ട് പൈസ കൊടുത്ത് ചാറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കിന് മറ്റേ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് കണ്ടുപിടിച്ച് തരുമല്ലോ. അപ്പം ഇത്രയും നാളുകളായിട്ട് കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പ് എവിടെയാണെന്നുള്ളത് നമ്മൾ വിക്കിപീഡിയ വഴി ഇങ്ങരുടെ മറ്റേ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഇവരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ സൗദി അറേബ്യയിലും അവിടെ ഇവിടെ എന്തോ ഉണ്ടെന്നൊക്കെ ആയിരുന്നു ഇവർ പറഞ്ഞിട്ട് തന്നെ. കേരള പോലീസിന് പോലും കണ്ടുപിടിക്കാത്ത കാര്യമാണ് ഇവർ കണ്ടെത്തിയേക്കുന്നത്. എന്നിട്ട് കുറച്ചുകൂടെ നമ്മൾ അങ്ങോട്ട് സംസാരിച്ചപ്പോഴത്തേക്കും ഇവർക്ക് സംഗതി പാളിന്ന് മനസ്സിലായിട്ട് നേരെ ഇവർ എസ്കേപ്പ് അടിക്കായിരുന്നു ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഇരിക്കെ അന്ന് ഇതിൻ്റെയൊക്കെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ടും പിന്നെ ഒരു അപ്പച്ചനും ഒരു ചേച്ചിയൊക്കെ വെച്ചിട്ടായിരുന്നു ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരുത്തൻ ഇവരുടെ അടുത്തോട്ട് ചെല്ലുകയാണെങ്കിൽ വത്സ നീ സിംഗിൾ അല്ലേ? അപ്പോൾ ചോദിക്കും, എങ്ങനെ മനസ്സിലായി? കയ്യിലെ രേഖ മാഞ്ഞിരിക്കണു, അങ്ങനെ മനസ്സിലായി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മൂഡ് സാധനമാണ് ഇവർ ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്തും പറയുന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. അപ്പം അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഈ ആക്ടേഴ്സ് ആയിട്ടുള്ള മമത മോഹൻദാസ്, സബർണ ബാലമുരളി, ഇവരെ പോലുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ഇവരൊക്കെ ആക്ച്വലി സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിന് ഭയങ്കര രസകരമാണ് ഇവരുടെ ഈ ഒരു അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ. നമുക്ക് അതിലെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. കഴിഞ്ഞ ഫ്യൂ മന്ത്സിനുള്ളിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ചിരുന്ന് എഴുതിയ സ്ക്രിപ്റ്റ് അല്ലേ, അങ്ങനെ മനസ്സിലായി? അത് ഞാൻ പറഞ്ഞതല്ല, ആസ്ട്രോടോക്ക് ആപ്പാണ് കാണിക്കുന്നത്. ഇപ്പൊ എനിക്ക് കുറച്ച് വിശ്വാസമൊക്കെ വന്നു. അടുത്ത ചോദ്യം മാരേജ് എപ്പോഴായിരിക്കും അല്ലേ? നോക്കാം. നീ ഇപ്പൊ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതെ, ഇപ്പൊ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി തന്റെ മുന്നിലിരിപ്പുണ്ട്. ആളുടെ പേര് മമത മോഹൻദാസ് എന്നാണ്. എന്നാലും അതൊക്കെ മനസ്സിലാക്കി കളഞ്ഞല്ലോ, വല്ലാത്തൊരു കഴിവ് തന്നെ. ഇറ്റ് ഇസ് പോസിബിൾ നിങ്ങൾ അടുത്ത 3 മന്ത്സിനുള്ളിൽ നിങ്ങളുടെ ഡേറ്റിംഗ് ലൈഫ് തുടങ്ങാനും അത് കുറച്ച് ശക്തമായിട്ട് പോകാനും സാധ്യതയുണ്ട്. 5ാമത്തെ മാസത്തിനുള്ളിൽ ഹി മൈ പ്രൊപ്പോസ് ചെയ്യും. ശരിക്കും ഞാൻ ഇതിന് വലുതായിട്ട് ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇത് എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫ്യൂച്ചറിൽ അത് എന്ത് വിഷയത്തിനെ പറ്റിയും ആവാം, ആസ്ട്രോടോക്ക് ആപ്പിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടിട്ട് ഒന്ന് ആസ്ട്രോളജി കൺസൾട്ടേഷൻ എടുത്ത് നോക്ക്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്. അതെ, ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്. സംസാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്കിങ്ങനെ പെട്ടെന്ന് 1-2 മിനിറ്റുള്ളിൽ ഇവർ തീർത്തിട്ട് പൈസ അടയ്ക്കാനെ കൊണ്ട് ഇവർ പറയും. ഇത് ചെസ് നമ്പർ 1. ഇനി ചെസ് നമ്പർ 2 നമുക്ക് പോവാം. Do you want proof? Yes, sir. Live proof. Okay. So, ഇപ്പൊ ഞാൻ you'll ask ഗൂഗിളിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേണ്ട. We'll call him. അതെന്താണെങ്കിലും നന്നായി. കാര്യം അപർണ ബാലമുരളി പുള്ളിക്കാരിനെ ഗൂഗിളിനൊക്കെ അറിയാമല്ലോ. അപ്പം നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ആസ്ട്രോടോക്കിൻ്റെ ആവശ്യം വരത്തില്ല. അങ്ങനെ ഒരു രീതിയിൽ ഒരു ആൾക്കാർക്ക് സംശയം ഉണ്ടായില്ല. അപ്പം ജെന്യൂനിറ്റി അതിന് വേണ്ടിയിട്ടാണ് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഒരാളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഇതില് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം എൻ്റർ ചെയ്താൽ മതി. എൻ്റെ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ മാറുന്നുണ്ടല്ലോ മാം. 2 years മുമ്പ് 2024 എൻ്റെ ലവ് മാരേജ് കഴിഞ്ഞു. പിന്നെ എനിക്കൊരു ബേബിയും ഉണ്ട്. ഇതെല്ലാം ഇവന്മാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട് ആസ്ട്രോളജിയിൽ? സോ നമുക്ക് ആസ്ട്രോടോക്കിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും. ആദ്യം എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ബട്ട് നൗ ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇറ്റ്. കാരണം എൻ്റെ കുറേ ക്ലാരിറ്റികളും എൻ്റെ കുറേ ഡൗട്ട്സും എനിക്കൊരു ഫ്യൂച്ചറിൽ ക്ലിയർ പാത്ത് ഉണ്ടാക്കി തന്നതും ആസ്ട്രോടോക്കാണ്. മാത്രമല്ല അതിൻ്റെ ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ആസ്ട്രോടോക്ക്. അതെ, അതെന്താണെങ്കിലും തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമല്ലോ. ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും ക്യാമറയ്ക്ക് പിന്നാമ്പുറത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കാർക്കും അംഗീകാരങ്ങൾ കിട്ടാൻ പലപ്പോഴും അവർക്ക് അംഗീകാരം കിട്ടാതെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അഭിനയിച്ചേക്കുന്ന ഈ ഒരു വ്യക്തിക്ക് ഒരു അവാർഡ് കൊടുക്കേണ്ടുന്നത് തന്നെയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളായി മാറിയേക്കുന്ന കുറച്ച് ആളുകളിലോട്ട് നമുക്ക് പോകാം. ആദ്യം തന്നെ ശ്രീകുട്ടി, പുള്ളിക്കാരിയുടെ ലൈഫിൽ ഭയങ്കര കഷ്ടതകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ആസ്ട്രോടോക്കിനെ പരിചയപ്പെട്ടത്. നമുക്ക് കാണാം.
വിഷമമൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒരു ആസ്ട്രോളജറായിട്ടൊന്ന് സംസാരിക്കൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആസ്ട്രോടോക്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അതിലൊരു ആസ്ട്രോളജറായിട്ട് സംസാരിച്ചപ്പോൾ ഗായത്രി എന്നാണ് അവരുടെ പേര്. മാമോട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ആദ്യം ജസ്റ്റ് അവർ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റെ ജനിച്ച സമയം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് ഇങ്ങനെ വന്തം വിട്ട് വായും തുറന്നിരുന്നു കേട്ടോ. കാരണം അവർ എൻ്റെ ലൈഫിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ബുദ്ധിമുട്ടും ഒക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് എങ്ങനെ അറിയാം എന്നുള്ളൊരു ചിന്തയായി എനിക്ക്. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്തപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ, ഒരു 2 സൊല്യൂഷൻ എന്നോട് പറഞ്ഞു. ഒരു 9 ദിവസം, ഒരു 9 days ഇതൊന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ശരി, ഞാനതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. എന്നിട്ട് അവർ പറഞ്ഞു ഇത്ര ദിവസം കഴിയുമ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അവിടെ ടോക്കൺ കൊടുക്കാൻ പറ്റും, ആ സ്ഥലം നിങ്ങൾ അഡ്വാൻസ് കൊടുക്കും, നെക്സ്റ്റ് ഇയർ ഇന്ന മാസം നിങ്ങൾ വീട് സ്വന്തമാക്കും, നിങ്ങൾ വീട്ടിൽ താമസമാകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് കൊടുത്തില്ല. പിന്നെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു അവസാന പിടിവലി എന്നുള്ള രീതിയിൽ ഞാൻ ശരി അവർ പറഞ്ഞ രീതിയിൽ 9 ദിവസം ആ ഒരു 2 സൊല്യൂഷൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തൊരു 17-18 days ആയപ്പോൾ അവർ പറഞ്ഞ അറിയാം ആ ഒരു ഡേറ്റിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി. അതിനെക്കാട്ടി സന്തോഷം അടുത്ത വർഷം അവർ ആ പറഞ്ഞ സമയം, ആ മാസത്തിൽ തന്നെ നമുക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റിയോ. ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. അവർ പറഞ്ഞ കറക്റ്റ് ഡേറ്റിൽ കറക്റ്റ് ആ സമയത്ത് നമുക്ക് അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു അതിശയമുള്ള കാര്യമായിട്ടോ, എങ്ങനെ അത് അത്രയും ഇതായിട്ട് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അത് ഓർക്ക് ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, നമ്മളന്ന് ആ സമയം കറക്റ്റ് നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം പറഞ്ഞു തരാനായിട്ടുള്ള ഒരാൾ, അതായത് ഒരു കറക്റ്റ് പേഴ്സണെ നമ്മൾ പരിചയപ്പെട്ടു, കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു, അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞു തന്നത് കൊണ്ട് മാത്രമാണ് ഈ വീട് എന്നുള്ളൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാവാം, കരിയർ പ്രോബ്ലം ഉണ്ടാവാം, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ആ സമയം റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ അടുത്ത് പോവുക, അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, വീടായി, ഫിനാൻഷ്യലി നമ്മൾ ഓക്കെയാണ്, എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് വരുമ്പോൾ ഒരു ആസ്ട്രോളജറെ കണ്ട് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തിയാൽ അതിനൊരു നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ കാര്യം ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആസ്ട്രോടോക്കിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫസ്റ്റ് പാർട്ടീസ് അവരുടെ ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആട്ടോ. അപ്പോൾ നമുക്കത് പറ്റിയാണോ എന്ന് തോന്നും, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് ചാറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ ഡീറ്റെയിൽസ് എല്ലാം നമ്മളോട് ഇങ്ങോട്ട് പറയാണ് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് ചാറ്റ് ഫ്രീ അല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഫിനാൻഷ്യലി, കരിയർ, ലൈഫ്, മാരേജ്, റിലേഷൻഷിപ്പ് എന്ത് തന്നെ പ്രശ്നമായിക്കോട്ടെ, നിങ്ങൾ ഒരു ആസ്ട്രോളജറെ ധൈര്യമായിട്ട് കാണുക. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേഗം ഡൗൺലോഡ് ചെയ്തോളൂ ആസ്ട്രോടോക്ക് ആപ്പ് കേട്ടോ. അരെ സാല, ഇത്ര നാൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയേക്കുന്ന വീടാണെന്ന് ഉള്ള അവരുടെ ആ കഷ്ടപ്പാടിനെയൊക്കെ മാറ്റി വെച്ചിട്ട് അസ്ട്രോടോക്കാണ് കൈസ് എല്ലാം ചെയ്തത് അല്ലേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അസ്ട്രോടോക്കിൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ, ആശുപത്രി പോകണ്ട, പനിയുണ്ടോ ആശുപത്രി പോകണ്ട, ആക്സിഡന്റ് പറ്റി ആശുപത്രി പോകണ്ട, അസ്ട്രോടോക്കിൻ്റെ അടുത്ത് പോയി ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്താൽ മതി, അവർ ക്ലിയർ ആക്കി തരുമല്ല. ഇതൊക്കെ കമന്റ് ബോക്സിലൊക്കെ ആൾക്കാർ ചോദിച്ചപ്പോഴത്തേക്കും ഇതിനൊരു ന്യായീകരണമായിട്ട് ഇവർ അടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ടി-വിയിലൊക്കെ നിങ്ങൾ പരസ്യങ്ങൾ കാണില്ല, അതുപോലെ ഞാൻ ചെയ്തിട്ട് ഒരു സംഭവമാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ടി-വിയിൽ കാണുന്ന പരസ്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരുടെ ഇഷ്ടപ്പെട്ടൊക്കെ കൂടിയേക്കുന്ന ആൾക്കാരൊക്കെ ഓഡിയൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കിന് ഓ അതെയല്ലേ, ഇങ്ങനെയാണല്ലേ അവർ വീഡിയോ വെച്ചത്, ഇങ്ങനെയാണല്ലേ അങ്ങനെ ചെയ്തത്, ഓക്കെ നമുക്ക് അസ്ട്രോടോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അന്ധവിശ്വാസം ആൾക്കാരിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആൻഡ് ഇതൊക്കെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്, അന്ധവിശ്വാസികളായിട്ടുള്ള കുറേ ആൾക്കാർ. ഇനി അടുത്ത നോറ മുസ്കാനിലോട്ട് പോവാം. ഹായ് ഗൈസ്, നിങ്ങൾക്കറിയാം ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. ബട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്നല്ലേ? വെൽക്കം ടു മൈ ഹോം ടൂർ. 13 years ആയിട്ട് ഞാൻ റെന്റഡ് ഹോമിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഒരു വീട് എടുക്കാൻ പറഞ്ഞത് അത്ര ഈസി ജോബ് ആയിരുന്നില്ല. ഒരുപാട് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നൈറ്റ് ഷിഫ്റ്റ് ചെയ്തതും സേവിങ്സ് ഉണ്ടാക്കിയതും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ഡ്രീമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നു. അങ്ങനെ പ്രോജക്റ്റ് ഒക്കെ നോക്കി തുടങ്ങിയപ്പോഴാണ് എവറിത്തിങ് വാസ് ഗോയിങ് ഔട്ട് ഓഫ് മൈ ബഡ്ജറ്റ്. അപ്പോൾ പിന്നെ ഞാൻ കുറെ പ്രോജക്ട്സ് നോക്കി, അതിലൊരു പ്രോജക്റ്റ് എന്റെ ബഡ്ജറ്റിന് കിട്ടി. അങ്ങനെ ഞാൻ ടോക്കൺ കൊടുത്തു. ബട്ട് ഓൾ ഓഫ് എ സഡൻ ഞാൻ ഫൈനാൻഷ്യലി നല്ലോണം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ചെലവ് കൂടി, വർക്ക്സ് കുറഞ്ഞു തുടങ്ങി, ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള വീട് വാങ്ങുന്നത് ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്യാൻ നിന്നതാണ്. അപ്പോഴാണ് ഐ കേം അക്രോസ് ആസ്ട്രോടോക്കിലെ അഖില പറഞ്ഞ ഒരു ആസ്ട്രോളജർ ആയിട്ടാണ് ഞാൻ കണക്ട് ആയത്. ട്രസ്റ്റ് മീ, ഷീ ചേഞ്ച്ഡ് മൈ ലൈഫ്. എന്നോട് എന്റെ ഡേറ്റ് ഓഫ് പ്ലേസും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം ചോദിച്ചിട്ടുള്ളൂ. അത് കേട്ടപാട് ഞാൻ റീസെന്റ് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആൻഡ് ഐ വാസ് ഷോക്ക്. എന്നോട് 3 കാര്യങ്ങൾ നടക്കുന്നു പറഞ്ഞു. അതിൽ 2 of them turned out completely true. അപ്പൊ എനിക്ക് ടോട്ടലി ട്രസ്റ്റ് ആയി. എപ്പോഴാ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാ, വീടെടുക്കാൻ എപ്പോഴാ പറ്റുക, ഇതെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം എന്നോട് മതി. ഇപ്പം എന്താണെങ്കിലും കൂടുതലായിട്ട് കേൾക്കണല്ലോ, ആ സെയിം സ്ക്രിപ്റ്റ് ഒക്കെ തന്നെയാണ് ഇവര് പറയാനുള്ളത്. എന്നാലും എൻ്റെ നോറ മുസ്കാനെ അങ്ങ് ഷോക്കായി പോയത് ഇത് പെട്ടെന്ന് അവർ പറഞ്ഞപ്പോൾ. അഖില എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞിരിക്കണേ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സീക്രട്ട് ആയിട്ട് എന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, എന്നാലും എൻ്റെ കമ്മ്യൂണിസ്റ്റുകാരി, നീ ആസ്ട്രോളജി എല്ലാം പിണറായി വിജയൻ സാറിൻ്റെ ആള് തന്നെ. അപ്പോൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഐ ബിലീവ് ഇൻ ഗോഡ്, അസ്ട്രോളജി, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി. എന്തിന്, എനിക്ക് ബ്ലൈൻഡ് ബിലീഫ്സും ഉണ്ട്. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും അന്ധവിശ്വാസിയാണെന്ന് ഇത്ര അഭിമാനത്തോടു കൂടി പറയാൻ കാണിച്ചിരുന്ന ഒരു മഹാമനസ്സ് നമ്മൾ കാണാതെ പോകരുത് സുഹൃത്തുക്കളെ. പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിലും ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ വീട് ആക്ച്വലി നോറ മുസ്കാൻ്റെ അല്ല, ഇത് നോറയുടെ ഒരു സുഹൃത്തിൻ്റെ വീടാണ്. നമുക്കിനി അതൊന്ന് കാണാം. Which means home. This is our God-gifted home. Welcome everyone.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ വരുന്നത്. അപ്പോൾ അതാ ഇവിടെ ആയിട്ട് നമുക്ക് കിണർ വരുന്നുണ്ട്. ഒരു വുഡൻ തീമായിട്ട് നമ്മൾ കൂടുതൽ വുഡൻ തീമാണ് വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വുഡൻ തീമായിട്ട് പെയിന്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലാണ് കാർ പോർച്ച് വരുന്നത്. അപ്പോൾ അതാ ഇവിടെ നമ്മൾ കുറേ ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള. അപ്പോൾ സംഭവം നോറയുടെ വീടല്ല. അല്ല, നോറ ആക്ച്വലി ബിഗ് ബോസിലും മനുവിനുള്ള ഇന്റർവ്യൂലൊക്കെ പറഞ്ഞേക്കുന്ന മറ്റേ ടാങ്കോ ലൈവ് ചെയ്തിട്ട് കുറേ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വീഡിയോ വെച്ചു, മറ്റേത് മറിച്ചതെന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് മൊത്തം അസ്ട്രോടോക്കിനായല്ലേ. എന്ത് ചെയ്യാം. അപ്പം അസ്ട്രോടോക്ക് ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത മീറ്റ് മെറിയിലോട്ട് പോവാം. എല്ലാവരും നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നിങ്ങൾ അതൊക്കെ തരണം ചെയ്തതെന്ന് കുറേ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 1 year ആക്ച്വലി ഭയങ്കര ഡിലേ ആണ്. സ്ഥലം കുറേ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം കിട്ടുന്നില്ല, നമ്മുടെ ബജറ്റിലുള്ള സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അമ്മ എന്നെ പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾ നോക്കണം എന്നൊക്കെ. ആദ്യം എനിക്കൊന്നും വിശ്വാസം ഉണ്ടായില്ല. അത് നമ്മൾ അസ്ട്രോ ടോക്കിൽ അഖില എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. അസ്ട്രോ ടോക്ക് പോയിട്ട് അഖിലനോട് സംസാരിച്ചു, നമ്മുടെ ഈ പ്രശ്നങ്ങൾ മൊത്തം പറഞ്ഞു. ഈ അഖിലനോട് പറഞ്ഞു, അഖില നമ്മളോട് കുറേ സംസാരിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് റെമഡീസ് കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ അതൊക്കെ ഫോളോ ചെയ്തു തുടങ്ങി. ഒക്ടോബർ അവർ പറഞ്ഞു ഈ ഒക്ടോബർ നവംബർ ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സമയം കിട്ടും. കറക്റ്റ് നമ്മൾ ഒക്ടോബർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലം കിട്ടി കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അസ്ട്രോളജറായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ അസ്ട്രോ ടോക്കിലെ അസ്ട്രോളജറായിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ കണക്ട് ചെയ്യാം. മാത്രമല്ല ആദ്യത്തെ എന്നാലും ആ ഒരു അസ്ട്രോളജർ അഖിലേച്ചിനെ എനിക്കൊന്ന് കാണട്ടെ. അഖിലേച്ചി കേരള പോലീസിൽ തെളിയിക്കപ്പെടാതെ നടക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് തെളിയിച്ച് തരേണ്ടത് തന്നെയാണ്. കാരണം ഈ ക്രിമിനൽസിൻ്റെ എല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് അവർ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതായിരിക്കും. അപ്പം നിങ്ങളത് തെളിയിച്ച് കൊടുക്കണം അഖിലേച്ചി, എനിക്കതേ പറയാനുള്ളൂ. എന്നാണെങ്കിൽ അന്ന് നമ്മൾ ചാറ്റ് ചെയ്ത് ആ ഒരു സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം മറ്റൊരു ലേഡി ഇത്തരത്തിൽ ഇവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് പറയുന്ന അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് അതോടൊന്ന് കേൾക്കാം. എടാ ഞാൻ ഇന്ന് ആസ്ട്രോടോക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഡെയിലി ഞാൻ ഇതിന്റെ ആഡ് കാണാറുണ്ട്. അപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്തപ്പോൾ നമുക്ക് 2 മിനിറ്റ് മാത്രമാണ് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഈ 2 മിനിറ്റുള്ള എന്തൊക്കെ സംഭവിക്കുന്നത് കാണിച്ചാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സമയം, സ്ഥലം, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രീ ചാറ്റിന്റെ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആസ്ട്രോളജറുമായിട്ട് സംസാരിക്കാനുള്ള ചാറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നത് ഇതുപോലത്തെ ശ്രീലക്ഷ്മി ഉണ്ണിത്താൻ എന്ന് പറഞ്ഞൊരു ആസ്ട്രോളജർ ആണ്. ഈ ഫോട്ടോയിൽ കാണിക്കുന്നതല്ല, ഇതിന്റെ ഫ്രണ്ടാണ്. മറ്റേ അതിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഡെമോയ്ക്ക് വേണ്ടി വേഷം കിട്ടിയത്. 2 മിനിറ്റ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. മുകളിൽ ഇങ്ങനെ ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടേ അത് നമ്മുടെ അടുത്ത് എന്താണ് അറിയേണ്ടത് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിന്ത തുടങ്ങും, അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ 2 മിനിറ്റിൽ 1.5 മിനിറ്റും പുള്ളിക്കാരി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കും. എന്നിട്ട് അവസാനത്തെ 15 മിനിറ്റ് ആകുമ്പോൾ ചോദിക്കും നിങ്ങളുടെ കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒക്കെ ഒരു കറുത്ത മാർഗ് ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന്. നിങ്ങളുടെ ജാതകം കിട്ടിലോ ആണ്, പക്ഷെ ഒരു വലിയ പ്രശ്നം സംഭവിക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ അയ്യോ എന്താണ് പ്രശ്നം? അപ്പൊ പുള്ളിക്കാരി പറയും അയ്യോ സോറി ഫ്രീ ആയിട്ടുള്ള സംഭവമൊക്കെ തീർന്നു, 20 രൂപ തരാമെങ്കിൽ പറയാം. എന്നിട്ട് അതിന്റെ ഒപ്പം ഒരു വോയിസും കൂടെ അയക്കും. Yes, I have noticed something very interesting in your horoscope. പിന്നെ അടുത്ത് കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും, 28 വയസ്സാവുമ്പോൾ എനിക്ക് ലവ് മാരേജ് ആവും. അതെന്തായാലും കാര്യമായി. കാരണം ഈ ആസ്ട്രോടോക്ക് ആപ്പ് എടുത്തിട്ട് റിവ്യൂ ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എന്റെ ഹസ്ബൻഡ് ആയിരുന്നു. പുള്ളിക്ക് എന്തായാലും സന്തോഷമായി. സോ ഇതാണ് മേളിൽ കാണിച്ചേക്കുന്ന ഈ സെലിബ്രിറ്റീസ് എല്ലാം അഡ്വർടൈസ്മെന്റ് പ്രൊമോഷൻ ചെയ്തേക്കുന്ന ആസ്ട്രോടോക്കിന്റെ റിയാലിറ്റി. അന്ന് നമ്മുടെ അടുത്ത് ചാറ്റ് ചെയ്തപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു സുകുമാരക്കുറുപ്പ് സൗദി അറേബ്യയിൽ എവിടെയോ ഉണ്ടെന്ന്. ഇവർ ചോദിച്ചപ്പോൾ പറഞ്ഞു കല്യാണം 28 വയസ്സിൽ നടക്കുന്നൊക്കെ പറഞ്ഞു. എന്തെന്നൊക്കെയാണ് ആഡ് ചെയ്ത് ഇത്രയ്ക്കും ഞാൻ ആലോചിക്കുന്നത്. അപർണ ബാലമുരളി ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ അത്രയും വലിയ സിനിമകളൊക്കെ ചെയ്തേക്കുന്ന ആൾക്കാർ എന്നിട്ട് ഈ ഒരു സാധനം ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകതയാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ വേറൊരു ഐറ്റങ്ങളുണ്ട്, കരിങ്കാലിമാല. അത് അതിനേക്കാട്ടി വലിയ ഫ്രോഡ് പരിപാടി. കുറച്ച് പൈസ 10,000 സംതിങ് എത്ര എന്തോ റേറ്റ് എന്തോ കണ്ടാണ് അതിന്. അപ്പോൾ അത് കൊടുത്ത് അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും തരും. പണ്ട് ഈ നാപ്റ്റോളിൻ്റെ പരസ്യം പോലെ ഇടയ്ക്ക് TV ഓൺ ചെയ്യുമ്പോഴത്തേക്കിന് വരുന്നൊരു സാധനമായിരുന്നു മറ്റേ ഈ വിഗ്രഹം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രത്നമാല വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമ്പത്ത് വരും, മറ്റേ തരും. അല്ല ഇതൊക്കെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ചുമ്മാ കൈയും കെട്ടി ഇരുന്ന് TVയും കണ്ടുകൊണ്ട് പോപ്കോണും കുറച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ വരുമോ? ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് റണ്ണാവുന്ന ആഡ് ചിലപ്പം ഈ ആസ്ട്രോടാക്കിൻ്റെ ആയിരിക്കും. അതും പറയാൻ പറ്റില്ല. അന്ന് നമ്മളിട്ട വീഡിയോ ഇട്ടപ്പോഴും അതിനകത്ത് കമന്റ് ബോക്സ് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ആടാ ഇതിനകത്ത് റണ്ണാവുന്നതെന്നുള്ളത്. അങ്ങനെ കുറച്ച് കോമഡിയാണ്. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നാനുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.